ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ കഴിഞ്ഞു, ഏതാണ്ട് ഓട്ടം ആ സീസണിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ സമ്മറിൽ ആണ് ഇവിടെ വളരെ വലിയ ഉത്സാഹമാണ് ആളുകൾക്ക്. ഓട്ടം സീസൺ മുതൽ ഒരു മൗനം പതുക്കെ തുടങ്ങും. അത് കഴിഞ്ഞ് വിൻ്റർ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ഡിപ്രഷൻ അടിച്ച മാതിരി ആകും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇപ്പോൾ രാവിലെ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 9 മണി സമയമായി രാവിലെ. സൂര്യൻ അത്ര വെളിയിൽ വന്നിട്ടില്ല. വന്നിട്ടെന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങ് വെളിയിലോട്ട് വന്നിട്ടില്ല. നമുക്ക് നോക്കിയ വെളിവശമൊക്കെ കാണാം. പക്ഷേ അതിങ്ങനെ വളരെ മങ്ങിയ ഒരു കാഴ്ചയാണ്. ഇനി ഇവിടെ വെയിൽ വരണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊരു 3 മണിയാവും. ആ 3 മണി മുതൽ ഒരു 8 മണി വരെ പിന്നെ വെയിലായിരിക്കും. രാത്രി 8 മണി വരെ. അപ്പോൾ അത് നമുക്ക് വലിയ ഉത്സാഹമുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നല്ല തണുപ്പും. ഏതാണ്ട് ഒരു 18 ഡിഗ്രി ഇത് ആണ്, 17, 18 അതാണ് കാലാവസ്ഥ. പക്ഷേ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നടക്കാം ഈ കാലാവസ്ഥ. മാത്രമല്ല, ഈ നടക്കാനായിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ റോഡുകളുടെയും ഇരുവശങ്ങളിലും പേയ്മെൻറ്റ് നടക്കാനായിട്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത പാതയുണ്ട്. ആ പാതയെന്ന് പറയുന്നത് ഒരു 5 അടി 6 അടി വീതിയിലുള്ള പാതകളാണ്. അത് 2 സൈഡിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ട്. അതിലേക്കൂടെ നമുക്ക് ദീർഘദൂരം നടക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അത് മാത്രമല്ല, ഈ നടക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഈ പാതയുടെയൊക്കെ സൈഡിൽ വീടുകളോ മറ്റ് കെട്ടിടങ്ങളോ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ ഏതാണ്ട് വനം പോലാണ്, വലിയ കാടുകളാണ്. ഇതിൻ്റെ സൈഡിൽ, ഈ പാതയുടെ സൈഡിൽ ഒരുപാട് ചെടികൾ വളർന്നു നിൽപ്പുണ്ട്. കൂടുതലും നമുക്ക് തിന്നാവുന്ന ഫ്രൂട്ട്സ് ഉള്ള ചെടികളാണ്. ഈ വേലിയിൽ പടർന്നു കിടക്കുന്ന ചെറിയ മുള്ളുള്ള ഒരു ബെറി ഉണ്ട് കേട്ടോ, ബ്ലാക്ക് ബെറിയുടെ വർഗത്തിലുള്ളതാണ്. അതിങ്ങനെ കൊലയായിട്ട് പിടിച്ച് കിടക്കും, ഇഷ്ടം മാതിരിയുണ്ട്. അത് പറിച്ച് തിന്നുക എന്ന് പറയുന്നത് വളരെ ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ്. അത് നല്ല ഫ്രൂട്ടാണ് അത് തിന്നാൻ. അത് അത്ര മൂത്തില്ലെങ്കിൽ പുളിക്കും, പക്ഷെ നല്ല മൂത്ത് കഴിഞ്ഞാൽ അത്ര വലിയ രുചിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചിയാണ്. അതുമൊക്കെ പറിച്ചു നിന്ന് നമുക്ക് റോഡിൽ ഇങ്ങനെ ധാരാളം നടക്കാം. ഇന്നലെ തന്നെ ഞങ്ങൾ ഏതാണ്ടൊരു അങ്ങനെ നടന്നൊരു 6.5 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ നടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, നമുക്കൊരു പരിചയമുള്ള ആളുകളല്ല, പക്ഷേ അവർ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ നമ്മൾ ഹായ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഇത് പറയാതെ അവർ പോവുകയില്ല കേട്ടോ. എല്ലാവരും അങ്ങനെ എന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ, അതായത് 1 വയസ്സേ കാണുള്ളൂ കേട്ടോ, അതിനെ ഈ ഒരു പ്രാമിൽ തള്ളിക്കൊണ്ട് ഒരു സ്ത്രീ ഇങ്ങോട്ട് എതിരെ വന്നു. അപ്പോൾ അവർ പറയുന്നതിന് മുമ്പ് ഈ കുട്ടിയുണ്ടല്ലോ അതിൽ കൈയെടുത്ത് കാണിച്ചിട്ട് ഹായ്. ഇതാ ഞാൻ പറഞ്ഞത്, കുഞ്ഞുനാൾ മുതൽ അവരെ ഈ രീതിയിലാണ് ഇവിടെ അവർ കാണുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളരുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. അവർക്ക് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് ഇവിടെ. ആ രീതിയിലുണ്ട് അവരുടെ പെരുമാറ്റത്തിലൊക്കെ വളരെ വളരെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ നടന്നൊക്കെ നമ്മൾ പോകുമ്പോഴും, നമ്മൾ എവിടെ നടന്നു പോയാലും, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ പോകാനായിട്ട് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ വാഹനങ്ങൾ വരും. പക്ഷേ നമുക്ക് നടന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ഉള്ളത്, അത് ഇനി സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്ന ആ സീബ്ര ഒന്നും ഇവിടെ ഇല്ല, ലൈനൊന്നും അല്ല, 2 വര വരച്ചിട്ടുണ്ട്, വെള്ള വരകൾ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടന്നു പോകാവുന്നതാണ്. അത് വലിയ പാതയാണെങ്കിൽ, ഇപ്പോൾ വളരെ വലിയ ഹൈവേ അതുപോലെ മെയിൻ റോഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ പോസ്റ്റുകളിൽ നമുക്ക് സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഞെക്കിയാൽ മാത്രം അപ്പുറത്തേക്ക് ഇതൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. മറ്റേ വാഹനങ്ങൾ സൈഡിൽ നിർത്തിക്കോളും, നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 24 സെക്കൻഡ് മുതൽ 24, 23, 22 എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അത് ഒരു ഓറഞ്ച് നിറത്തിൽ ഈ കൈയും കാണിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും നമുക്ക് നടക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ നടന്നൊരു പകുതി കഴിയുമ്പോൾ ഇതങ്ങ് കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല, വാഹനങ്ങൾ അവരെടുക്കത്തില്ല ഒരിക്കലും. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലോ, എവിടെങ്കിലും സീബ്ര ക്രോസിങ് കണ്ടാൽ അത്ര ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. ഇവിടെ വന്ന് അതുപോലെ തന്നെ നമുക്ക് റോഡ് സൈഡിൽ നമുക്കൊന്ന് ക്രോസ് ചെയ്യണം, നമ്മളൊരാഗ്രഹത്തോടെ നമ്മളിങ്ങനെ അവിടെ നിൽക്കുക റോഡ് സൈഡിൽ.
വാഹനം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ കൈ കാണിക്കും പോകാൻ. ഒരിക്കലും വാഹനം അവർ ഓടിക്കത്തില്ല ഇവിടെ. കാരണം പെഡസ്ട്രിയൻസിനാണ് പ്രാമുഖ്യം. കാൽനടക്കാർക്ക് ഇവിടെ വളരെ ഒരു വലിയ സവിശേഷതയാണ് അവർ കൽപ്പിക്കുന്നത്. അത് മാത്രമല്ല, അവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മതി വാഹനങ്ങൾ. അത് വാഹനം ഓടിക്കുന്നവരെല്ലാം അങ്ങനെ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാം. അത്ര അച്ചടക്കമാണ് ഇവിടെ. ആരും ഡ്രൈവിങ്ങിൻ്റെ ഒരു റൂള് പോലും വയലേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുകളിലായി ഞാനിവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാര്യം അത്ര അവർ അത് കെയർഫുള്ളാണ്. ആ കാര്യത്തിൽ പെർഫെക്റ്റാണ് അവിടെ. ആ രീതി ഒരിക്കലും ആരും ഒരു വയലേഷൻ നടക്കുന്ന കാണുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ മോട്ടോർ സൈക്കിളുകൾ ഒന്നും ഇവിടെ കാണാനില്ല, വളരെ കുറവാണ്. ഇതുവരെ ഞാൻ കണ്ടേക്കുന്നത് ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കുകളാണ്. അത് ഏതാണ്ടൊരു മൊത്തം ഇത്രയും നാളായിട്ട് ഞാൻ കണ്ടേക്കുന്നത് ഒരു 15 എണ്ണം കണ്ടു കാണും. അതിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇന്നാൾ ആ ട്രില്യൻ ലേക്കിലേക്ക് പോയപ്പോൾ ആണെങ്കിൽ ഒരു രസകരമായ കാഴ്ച. ഒരു പുരുഷനാണ് ലീഡ് ചെയ്യുന്ന ഒരു മോട്ടോർ ബൈക്ക്, ഹാർലി ഡേവിഡ്സൺ മുമ്പേ പോന്നു. അതിൻ്റെ പുറകിലായിട്ട് 2 സ്ത്രീകളും. അവരങ്ങനെ പോകുന്നതിൻ്റെ കാരണം ഇവരിങ്ങനെ ഒരുമിച്ച് പോയാൽ മാത്രമേ ഇവർക്ക് വാഹനങ്ങൾക്ക് ഇവരെ കാണാൻ കിട്ടൂ. കാരണം വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന റോഡാണ്. അതായത് 70 കിലോമീറ്റേഴ്സാണ്, 70 മൈൽസാണ് കൊടുത്തേക്കുന്നത്. 70 മൈൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ മൈലേ ഉള്ളൂ, കിലോമീറ്റർ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ മീറ്ററുകളില്ല, അതിന് പകരം ഇവിടെ അടിക്കണക്കാണ്, ഫീറ്റാണ്. ആ രീതിയിലാണ്. അപ്പോൾ ഈ 70 മൈൽസ് പെർ അവറിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഇവരെ കാണണമെങ്കിൽ ഇവരിങ്ങനെ ഒരുമിച്ച് പോകണം. അതുകൊണ്ടാണ് എന്ന് മോൻ പറഞ്ഞു തന്നു. ഏതായാലും മോട്ടോർ സൈക്കിളിൻ്റെ ശല്യം ഇവിടില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടറിലൊക്കെ ആണെന്നെങ്കിൽ തോന്നുന്നിടത്തൂടാണ് കയറി പോകുന്നത്. റോഡിൽ കൂടെ കാർ ഓടിക്കാൻ ഒരു മാർഗവുമില്ല. ഇടത്തൂടെ മോട്ടോർ സൈക്കിൾ വന്ന് കയറും, വലത്തുവശത്തൂടെ പോവും, ഇടത്തൂടെ സ്കൂട്ടർ വരും. സ്പീഡ് ട്രാക്കിനകത്തേ അവർ ഓടിക്കുള്ളൂ. അവരെ എതിരെ എങ്ങോട്ട് പോവും, എപ്പോൾ തിരിയും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ കാരണം ആ ട്രാഫിക്കിൻ്റെ ഇംപ്രോപ്പർ അറേഞ്ച്മെൻ്റാണ്. ഇവിടെ അങ്ങനല്ല, നല്ല രീതിയിൽ അത് പാലിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ റോഡ് അപകടങ്ങളെന്ന് പറയുന്നത് ഏതാണ്ടില്ലെന്ന് തന്നെ പറയാം. വളരെ നില്ലാണ്, വളരെ കുറവാണ്. ഇത്രയും നാളായിട്ട് ഞാൻ ആകെ കണ്ടത് ഒരു കാറ് മാത്രം ഇടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇടിച്ച് ഒരു റോഡ് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കുന്ന പുള്ളോവർ ചെയ്തേക്കുന്ന കണ്ടു. അതും വലിയ അപകടമൊന്നും അല്ല. ഒരു ചെറിയ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഡാമേജ് ഉണ്ട്, അത് മാത്രമേ കണ്ടുള്ളൂ. ആകെ ഒരു കാറ് അത് എന്തിലോ പോയി ഇടിച്ചതാണ്. അതല്ലാതെ ഒന്നും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ട്രാഫിക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഈ പൊതുജനങ്ങളോട് കാണിക്കുന്ന മര്യാദ, മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവരോട് കാണിക്കുന്ന മര്യാദ, ഇതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ വളരെ അന്തസ്സോടു കൂടിയുള്ള ഡ്രൈവിങ്. ഇത് നമ്മുടെ നാട്ടിലും ഇത് പറ്റുന്നതേ ഉള്ളൂ, പക്ഷേ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് കുഞ്ഞുനാൾ മുതലിവിടെ ഈ കുട്ടികൾ കണ്ടു വളരുന്നത് ഇതൊക്കെയാണ്. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ വരുന്നവർ ഇപ്പോൾ ഈ മോനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ ഇന്ത്യയിലും കേരളത്തിലും ഉള്ളവനാണല്ലോ. അവൻ പോലും ഇവിടെ വന്നതിന് ശേഷം അവൻ്റെ ഈ പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര ചേഞ്ചാണ് ഇവിടെ വരുമ്പോൾ. കാരണം ആ മര്യാദയ്ക്ക് ഈ രീതിയിലേ പോവുള്ളൂ, അതങ്ങനെ ചെയ്യുള്ളൂ. അത് വളരെ അന്തസ്സ് പാലിക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നൊരു സ്ഥലം നമ്മൾ കയറുന്നു. അപ്പോൾ ഒരാൾ വന്ന് മുമ്പേ വാതിലങ്ങ് തുറന്നു. അത് നല്ലതായിട്ട് ബലത്തെ വലിച്ചു തുറക്കണം, അല്ലെങ്കിൽ തള്ളി തുറക്കണം. ഈ തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? ഈ തുറന്ന ആളുകൾ, നമ്മളൊരു വേറെ ആളുകൾ 3-4 പേര് ഇരിപ്പുണ്ടെന്നിരിക്കട്ടെ, അവരെല്ലാം ആ വാതിലൂടെ പോകാൻ അനുവദിച്ചിട്ടേ ഈ തുറന്നു പിടിക്കുന്ന ആൾ പോവുള്ളൂ. എന്ത് മര്യാദയാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇവിടെ ആരും കാർക്ക് റോഡിൽ തുപ്പുന്നതോ മൂക്കി കയറ്റുന്നതോ ഒന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതൊന്നും കാണുകയല്ല. പിന്നെ നായ്ക്കളെ കൊണ്ട് നടക്കും. ഒരൊറ്റ നായ്ക്കളെയും ആളില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. കൂടെ ആള്, അതായത് ഈ ചങ്ങല പോലുള്ള, ചങ്ങലയല്ല, വേറെ ഒരു സാധനം, അവരിന്ന് കയർ പോലിരിക്കുന്ന ഒരു സാധനമാണ്, അതിട്ട് പിടിച്ച് കൊണ്ടുപോകുന്നതല്ലാതെ കൂടില്ലാത്ത തെരുവ് നായ്ക്കളെ ഇവിടെ ഒരൊറ്റ എണ്ണത്തിന് കാണാൻ ഒക്കത്തില്ല. നമുക്ക് എങ്ങ് പോയാലും എല്ലാ നായ്ക്കൾക്കും അവകാശികളുണ്ട്, അവർ കൊണ്ട് നടക്കുന്നതല്ലാതെ നമുക്ക് കാണത്തില്ല. പിന്നെ ഈ റോഡിൽ ഒരു 2-3 പ്രാവശ്യം റോഡ് സൈഡിൽ ഈ നായ് അതിൻ്റെ പ്രാഥമിക കർത്തവ്യം നിർവഹിക്കുന്ന ഞാൻ കണ്ടു കേട്ടോ. അത് കാഷ്ടമിടുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ കൊണ്ടുവന്നവർ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? പെട്ടെന്ന് അവരുടെ പോക്കറ്റിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ അവർ വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് വലിച്ചെടുത്ത്
അവർ തന്നെ ഇതിങ്ങ് പിടിച്ചെടുക്കും. അത് പിടിച്ചെടുത്ത് ചുരുട്ടി കയ്യിലോട്ട് വെക്കും. ഒരു ശകലം മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് കാണും, അവിടെ ഡോഗിൻ്റെ പടം വെച്ചിട്ടുണ്ട്, അതിനൊരു ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇടും ഇത്. ബാക്കി ഗവൺമെൻറ്റാണ് റിമൂവ് ചെയ്യുന്നത്, ലോക്കൽ ബോഡി അത് റിമൂവ് ചെയ്തോളൂ. അത്രത്തോളം ആണ് വൃത്തികേട്. റോഡിൻ്റെ എങ്ങും ഒരു സൈഡിലും കാണാൻ കിട്ടത്തില്ല കേട്ടോ. പിന്നെ നായ മൂത്രം ഒഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അത് ധാരാളം, അത് കാണും, അത് അതിൻ്റെ സ്വഭാവമാണല്ലോ, നമുക്ക് അതിനൊന്നും പറയാൻ ഒക്കത്തില്ല, അത് അങ്ങനെ ശീലിക്കുള്ളൂ. അതൊഴിച്ചാൽ വേറെ ഒരു വൃത്തികേടുകളും നമുക്കിവിടെ കാണാൻ കിട്ടും.